അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധവും പരിപാവനവുമായ റമദാൻ അതിൻ്റെ പര്യവസാനത്തിലേക്ക് നമുക്ക് കടക്കാൻ സൗഭാഗ്യം അരുളിയിരിക്കുകയാണ്. നാളിതുവരെ നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിൻ്റെ സമാപനത്തിലേക്ക് നമ്മെ റബ്ബ് സുബ്ഹാനഹു വ തആല എത്തിക്കുമാറാകട്ടെ. അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്ന ആ പ്രതിഫലം വാരിക്കൂട്ടാനുള്ള സൗഭാഗ്യം ലഭിച്ച വലിയ ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ നമ്മെ എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞു വച്ചത് റമദാനിൻ്റെ 3 ഭാഗങ്ങളാണ്. ഒന്നാമത്തെ ഭാഗം കാരുണ്യത്തിൻ്റേതാണ്. രണ്ടാമത്തെ ഭാഗം പാപം പൊറുക്കലിൻ്റേതാണ്. പാപം പുറത്തു ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അളവറ്റ കാരുണ്യം നമുക്ക് ലഭിക്കണം. അള്ളാഹുവിന് നമ്മോട് ദയ തോന്നണം. ആ ദയ തോന്നിയാലേ നമുക്ക് പാപം പൊറുക്കപ്പെടൂ. പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടാലേ സ്വർഗപ്രവേശനം ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ 3 ഭാഗങ്ങളായി റമദാനിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 3 ഭാഗങ്ങൾ ഒന്നാമത്തത് ഉണ്ടായാലേ രണ്ടാമത്തത് ഉണ്ടാകൂ, രണ്ടാമത്തത് ഉണ്ടായാലേ മൂന്നാമത്തത് ഉണ്ടാകൂ. അങ്ങനെയാണ്. അപ്പോൾ 3-ാമത്തെ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് നരകമോചനം. ഒരാളോട് അള്ളാഹുവിന് ദയ തോന്നിയാലേ പാപം പൊറുക്കൂ, പാപം പുറത്ത് കിട്ടിയാലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. നരകം അതൊരു യാഥാർത്ഥ്യമാണ്. നാം കണ്ടിട്ടില്ലാത്ത ഒരു ലോകമാണത്. സ്വർഗവും അതുപോലെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. നാം കണ്ടിട്ടില്ല എന്ന് മാത്രം. നാം കണ്ടിട്ടില്ലാത്ത പലതിനെയും യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നവരാണ് നമ്മൾ. സൃഷ്ടികളിൽ, മനുഷ്യരിൽ ചിലർ ദൃഷ്ടിക്ക് ഗോചരമായതിനെ മാത്രം ഉൾക്കൊള്ളുന്നവരാണ്, അഗോചരമായതിനെ തള്ളുന്നവരാണ്. പക്ഷെ ഗോചരമല്ലാത്ത പലതിനെയും നാം വിശ്വസിച്ചു. കൊറോണ വൈറസുകൾ 2-2.5-3 വർഷത്തോളം നമ്മെ അലട്ടിയ, ഇപ്പോഴും അതിൻ്റെ ഭീതി വിട്ടുമാറാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. പക്ഷേ നമ്മളാരും കണ്ടിട്ടില്ല കൊറോണ വൈറസ്. നാം കണ്ടിട്ടില്ല എന്നതുകൊണ്ടൊരു കാര്യം ഇല്ല എന്നില്ല. നാം ശ്വസിക്കുന്ന വായു, അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജനെ സ്വീകരിച്ച് നാം ശ്വസിക്കുകയാണ്. നാം പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, രണ്ടും നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയാത്ത നിരവധിയായ പ്രതിഭാസങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ഗോളങ്ങളിൽ നിന്നും ഭൂമി എന്ന് പറയുന്ന ഈ ഗോളത്തിൻ്റെ ഉപരിതലത്തിൽ അധിവസിക്കുന്നവരാണ് മനുഷ്യൻ. ആ ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ 1/2 വെള്ളമാണ്. വെള്ളത്തിനുള്ളിലുള്ള സൃഷ്ടിചരാചരങ്ങൾ എന്തൊക്കെയാണെന്നും അകത്തുള്ള അവസ്ഥകൾ എന്തൊക്കെയാണെന്നും മനുഷ്യനിങ്ങനെ ഓരോന്ന് കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. പൂർണ്ണമായി മനുഷ്യൻ അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കരയായിട്ടുള്ള ഒരു ഭാഗം, ആ ഒരു ഭാഗം തന്നെ മുഴുവൻ കണ്ടു തീർക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ആ കരയിൽ തന്നെ ഉള്ള ഓരോ അത്ഭുതങ്ങൾ, ഓരോ ജീവികൾ, അവിടെയുള്ള ഓരോ പ്രതിഭാസങ്ങൾ, ഇതിനെയൊക്കെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ, അത് മനസ്സിലാക്കാൻ, കാണാൻ, കണ്ടു തീർക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഓരോന്നോരോന്ന് മനുഷ്യൻ്റെ ദൃഷ്ടിയിലേക്ക്, മനുഷ്യൻ്റെ അറിവിലേക്ക്, മനുഷ്യൻ്റെ പഠനത്തിലേക്ക്, അവൻ്റെ ഗവേഷണത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം മനുഷ്യന് അളന്നു തീർക്കാൻ കഴിയാത്ത, ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യൻ അധിവസിക്കുന്ന ഭൂമിയിലെ 1/2 വെള്ളത്തെ തള്ളിക്കളഞ്ഞാലും ആ 1/1 ഭാഗമുള്ള കരയിലെ തന്നെ കാര്യങ്ങളെ കണ്ടെത്തി തീർക്കാൻ കഴിയാത്തവനാണ് മനുഷ്യൻ. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം,
അതിലെങ്ങാണ്ടൊരിടത്തിരുന്ന് തിരിയുന്ന മർത്യൻ കഥയെന്തു കണ്ടു. നീലമേലാപ്പിലി ഗോളങ്ങളെ നീലനിശയിൽ നിരത്തുകയും നേരം പുലർന്നാൽ എടുക്കുകയും ആരുവാൻ ചെയ്തതാരോ. കവി പാടിവച്ച ആ വരികൾ വളരെ അർത്ഥവത്താണ്. അജ്ഞാതം അവർണ്ണനീയമാണ് ഈ പ്രപഞ്ചം. ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിലെങ്ങാണ്ടൊരിടത്തിരുന്ന് തിരിയുന്ന മനുഷ്യൻ കഥ എന്ത് കണ്ടു. 10 കൊല്ലം മുമ്പ് നാം കണ്ട കഥകളല്ല ഇന്ന് ലോകത്തിന് മുമ്പിലുള്ളത്. അത് 100 കൊല്ലത്തിനപ്പുറം മനുഷ്യൻ കണ്ട കഥകളല്ല ഇന്ന് ലോകത്തിന് മുമ്പിലുള്ളത്. ഇന്ന് നാം കാണുന്ന കഥകളല്ല 10 വർഷത്തിനപ്പുറം ഇനിയുള്ള മനുഷ്യൻ കാണാനിരിക്കുന്നത്. പുതുമയാർന്ന കഥകളും പുതുമയാർന്ന ഓരോ വിഷയങ്ങളും മനുഷ്യൻ്റെ ചിന്താമണ്ഡലത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രപഞ്ചത്തിൻ്റെ ചുരുളറിയിക്കാൻ കഴിയാത്ത ചുരുളഴിയാത്ത അത്ഭുതങ്ങളാണ്. ഈ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച്, അവൻ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടിചരാചരങ്ങളെക്കുറിച്ച്, ഈ ഭൂമിയുടെ പരപ്പിനപ്പുറത്തുള്ള ലോകങ്ങളെക്കുറിച്ച് നമുക്കെന്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഒരാൾ പറഞ്ഞതുപോലെ ഊഹിക്കുന്നു അന്ധനാനയെ കണ്ട മാതിരി. ഊഹിക്കുന്നു അന്ധനാനയെ കണ്ട മാതിരി. പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെ നാം നിർവചിക്കുമ്പോൾ ഒരന്ധൻ ആനയെ കണ്ടാൽ എങ്ങനെയാണോ പറയുക, അതുപോലെയാണ് നമുക്കുള്ളത്. ഇന്ന് വരെ പൂർണ്ണാർത്ഥത്തിൽ നാം അധിവസിക്കുന്ന ഭൂമിയുടെ മേൽപ്പരപ്പിലെ കരയെക്കുറിച്ച് മാത്രം പറഞ്ഞു തീർക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഈ മനുഷ്യനാണ് നരകമുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത്. സ്വർഗനരകങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വാസി സമൂഹം ലോകത്തിൻ്റെ എവിടെയെല്ലാം ഉണ്ടോ അവരൊക്കെ സ്വർഗനരകങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ പാരമ്പര്യം ഉള്ള ഹൈന്ദവ വിശ്വാസ അവരുടെ വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങൾ ഋഗ്വേദം ഉൾപ്പെടെയുള്ള വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് നരകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. നരകം തന്നെ 28ഓളം നരകങ്ങളുണ്ട് എന്ന് വേദങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. താമിശ്രം, അത് പരസ്ത്രീ ദ്രോഹം ചെയ്യുന്നവർക്ക്, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർക്കുള്ളതാണ് താമിശ്രം എന്ന് പറയുന്ന നരകം എന്ന് വേദങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അന്ധതാമിശ്രം, ജന്തുഹിംസ നടത്തുന്നവർക്കുള്ളതാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. രൗരവ നരകം, അത് പിശുക്ക് കാണിക്കുന്ന, ലുബ്ധ കാണിക്കുന്ന ആളുകൾക്കുള്ളതാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. മഹാരൗരവം, അതുപോലെ കുംഭിഭാഗം എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വിവിധങ്ങളായ നരകങ്ങളെക്കുറിച്ച് തന്നെ വേദങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാഭാരതത്തിലും ഒക്കെ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാം. അതുപോലെ നമുക്കിടയിലുള്ള ക്രൈസ്തവ സഹോദരങ്ങളുടെ വിശ്വാസ പ്രമാണം ബൈബിൾ, അതെടുത്ത് നോക്കിയാലും അതിനകത്ത് മത്തായിയുടെ സുവിശേഷം 25:41 നരകശിക്ഷ നിത്യമാണ് എന്ന് പറയുന്നുണ്ട്. കെടാത്ത തീ എവിടെ ഉണ്ട് എന്ന് മത്തായി സുവിശേഷം 3:12 പറയുന്നുണ്ട്. ലജ്ജയും നിത്യനിന്ദയും ഉള്ള ഇടമാണ് എന്ന് ദാനിയേലിൻ്റെ 12:2 പറയുന്നുണ്ട്. അതുപോലെ ധാരാളം പ്രയോഗങ്ങൾ നരകശിക്ഷയെക്കുറിച്ച്, അതുപോലെ തന്നെ തിരിച്ച് സ്വർഗത്തെക്കുറിച്ചും വേദങ്ങൾ പറയുന്നതായിട്ട് കാണാം, ബൈബിള് പറയുന്നതായിട്ട് കാണാം, യഹൂദ വിശ്വാസികളുടെ ഗ്രന്ഥങ്ങൾ പറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ പരിശുദ്ധ ഖുർആനും തിരുനബിയുടെ വചനങ്ങളും പഠിപ്പിക്കുന്നത് കാണാം. അപ്പോൾ വിശ്വാസികളായ ആളുകളൊക്കെ തന്നെ ഇങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് വിശ്വസിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്ത് മഹാമനീഷികളാൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമല്ലെന്ന് പറയാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തികളിൽ നിന്ന് നാം ഒഴിവായി നിൽക്കണം. അത്തരം പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇന്നു വരെയുള്ള നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെ
അധ്യാപനം അങ്ങനെയാണ്. ഹാസിബു ഖബ്ല അൻ തുഹാസബു. നമ്മുടെ മരണശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. മഹ്ശറയിൽ വെച്ച് നമ്മെ വിചാരണ ചെയ്യപ്പെടും. അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള കടുത്ത വിചാരണയ്ക്ക് മുമ്പേ ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ നടത്തണേ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സ്വയം ഒരു വിചാരണ നടത്തണം. എനിക്ക് തിരിച്ചറിവായ കാലം മുതൽ ഇന്നുവരെയുള്ള എൻ്റെ ജീവിതം, ഈ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് നാം സമ്മാനിച്ചതല്ല, നമ്മുടെ മാതാപിതാക്കൾ സമ്മാനിച്ചതല്ല, പ്രകൃതിയുടെ സമ്മാനമല്ല. അത് അള്ളാഹുവിൻ്റെ ഉടമസ്ഥൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ളൊരു കാര്യമാണ്. നാം എന്ന് ജനിച്ചു, എന്ന് ജനിക്കണം, എവിടെ വരെ ജീവിക്കണം, ഇത് ഒരാൾക്കും നിശ്ചയിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. എനിക്കാഗ്രഹമുണ്ട് ഒരു 110 വയസ്സ് വരെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ആഗ്രഹം അവിടെ സാധ്യമല്ല. അത് നമ്മുടെയൊക്കെ നിയന്ത്രണത്തിനപ്പുറത്തുള്ളൊരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിക്കപ്പെടുന്നത് തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് നമുക്ക് തിരിച്ചറിവാകുന്നതിന് മുമ്പാണ്. നാം ഒരു മാംസപിണ്ഡമായി മാതൃ ഗർഭാശയത്തിൽ വസിക്കുന്ന കാലത്ത് 120 ദിവസമുള്ളപ്പോഴാണ് നമ്മളിലേക്ക് ആത്മാവിനെ ഒരു മാലാഖ മുഖേന, മലക്ക് മുഖേന സന്നിവേശിപ്പിക്കപ്പെടുക എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ആത്മാവിനെ സന്നിവേശിപ്പിക്കപ്പെടുമ്പോൾ തന്നെ എപ്പോൾ അതിനെ റിമൂവ് ചെയ്യപ്പെടുമെന്ന്, എപ്പോൾ അതിനെ ഈ ശരീരത്തിൽ നിന്ന് പിൻവലിക്കപ്പെടുമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണം സംഭവിക്കുമെന്ന് അപ്പോൾ തന്നെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ആ മലക്കിനോട് അല്ലാഹു തആല ആജ്ഞാപിക്കുമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് നമുക്കാർക്കും അറിയില്ല. അത് സംഭവിക്കുന്ന സമയം ഇന്നത്തെ ഈ പകലിലാണ് സംഭവിക്കുന്നതെങ്കിൽ, ഈ നിമിഷത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ, നാളത്തെ നിമിഷം നമുക്കുണ്ടാകുമെന്ന്, നാളത്തെ പകൽ നമ്മൾ കാണുമെന്ന്, അല്ലെങ്കിൽ നാളത്തെ രാവ് കാണുമെന്ന്, ഇന്നത്തെ രാത്രിയിൽ എത്തുമെന്ന് നമുക്കാർക്കും ഉറപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ പ്രഭാതത്തിൽ ഉണർന്നാൽ പ്രദോഷത്തെ പ്രതീക്ഷിക്കേണ്ട, പ്രദോഷത്തിലായാൽ പ്രഭാതത്തെയും പ്രതീക്ഷിക്കരുതേ എന്ന് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നിമിഷം അല്ലെങ്കിൽ ഈ പകലിൽ എൻ്റെ മരണം സംഭവിച്ചാൽ, ഇന്നുവരെ എനിക്ക് പക്വതയായ കാലം മുതൽ, എനിക്ക് തിരിച്ചറിവായ കാലം മുതൽ ഇന്നുവരെ ഞാൻ ചെയ്തിട്ടുള്ള നന്മകളുടെ അളവും തിന്മകളുടെ അളവും ഒന്ന് വേർതിരിച്ച് കണക്കാക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ഓരോ മനുഷ്യനും രാവിലെ എഴുന്നേറ്റ് അവൻ്റെ പ്രവർത്തികൾ ചെയ്ത് സന്ധ്യയായി അവൻ്റെ കൂടണഞ്ഞു, അവൻ്റെ വിരിപ്പിലേക്ക് അവൻ ഉറങ്ങാൻ വേണ്ടി ചെന്നാൽ ആ വിരിപ്പിലിരുന്ന് അവൻ ഒന്ന് സ്വയം വിചാരണ നടത്തണം. രാവിലെ മുതൽ എഴുന്നേറ്റ് എത്രയോ കലോറി വായു ശ്വസിച്ചു തീർത്തവനാണ് അവൻ. ആ വായുവിന് അവൻ ഒരു സ്ഥലത്തും ഒരു ടാക്സും അടച്ചിട്ടില്ല. ആ വായു സമ്മാനിച്ചവർക്ക് തിരിച്ചൊന്നും അവൻ കൊടുത്തിട്ടില്ല. പ്രകൃതിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വരദാനമായി നൽകിയ വായു ശ്വസിച്ചുകൊണ്ട്, ജലം കുടിച്ചുകൊണ്ട്, ഈ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് പ്രഭാതത്തിൽ ഉണർന്ന മനുഷ്യൻ അവൻ്റെ ആ സൗഭാഗ്യങ്ങൾക്കിടയിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യങ്ങൾക്കിടയിൽ ജീവിക്കുന്നതിനിടയിൽ പലപ്പോഴും പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ സൃഷ്ടാവായ അള്ളാഹുവിനെ മറന്നു ജീവിച്ചിട്ടുണ്ടാകും. ഞാൻ എന്തൊക്കെയാണ് എൻ്റെ നാഥനെ തിരിച്ചറിഞ്ഞ് ഈ സംവിധാനങ്ങൾ എനിക്ക് സൗകര്യപ്പെടുത്തി തന്ന നാഥന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു, രാവിലെ ഉണർന്നത് മുതൽ ഉറങ്ങാൻ വേണ്ടി ഞാൻ എത്തുന്നത് വരെ. ആ നാഥനോട് എതിരായിട്ട് എന്തെല്ലാം എൻ്റെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ട്, അതിന് നാഥനോട് ഒരു മാപ്പ് പറഞ്ഞ് ഉറങ്ങാൻ കിടക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഓരോ ദിവസവും നാം ചെയ്യേണ്ട പണിയാണ് ഹിസാബ്, കണക്ക് ചോദിക്കുക, കണക്ക് നോക്കുക. ഞാൻ എന്ത് ചെയ്തു ഇന്നത്തെ എൻ്റെ ജീവിതം നന്മയിലാണോ കൂടുതൽ, തിന്മയിലാണോ കൂടുതൽ? ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ നന്മയാണോ മുൻപിൽ, തിന്മയാണോ മുന്നിലെന്ന് ഒന്ന് പരിശോധിക്കേണ്ടത്. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാദിയ. ആരുടെ നന്മയുടെ തൂക്കം കൂടിയോ
അവർ സന്തുഷ്ടമായ ജീവിതത്തിലായിരിക്കും, അതായത് സ്വർഗീയ അനുഭൂതികളിലായിരിക്കും. വ അമ്മാമൻ ഖഫ്ഫത്ത് മവാസീനു, അപ്പോൾ ആരുടെ നന്മയുടെ തൂക്കം പിന്നോക്കമായി പോയോ, ഫ ഉമ്മുഹു ഹാവിയ, അവൻ്റെ സങ്കേതം ആളിക്കത്തുന്ന നരകാഗ്നിയായിരിക്കും. ഈ ആളിക്കത്തുന്ന നരകാഗ്നിയിൽ നിന്നും ഒരു മനുഷ്യനെ രക്ഷിക്കാനുള്ള വഴിയാണ്, അവൻ്റെ ഏറ്റവും വലിയ ഗോൾഡൻ ചാൻസാണ് പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുമ്പിൽ ഒരുക്കി തരുന്നത്. ഇത്തരം ഒരു അവസരം കിട്ടിയിട്ടും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നരകാഗ്നിയിൽ നിന്ന്, നാളെ മരണശേഷമുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മനുഷ്യന് കഴിഞ്ഞില്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ പരാജിതൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം മദീന പള്ളിയുടെ മിമ്പറിലേക്ക് ആ ചവിട്ടുപടികൾ കയറുമ്പോഴാണ് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബിതങ്ങളുടെ അടുക്കൽ ദുആ നടത്തുന്നത്. പരിശുദ്ധമായ റമദാൻ എത്തിയിട്ട് തൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ, നരകത്തിൽ നിന്ന് മോചനത്തിനുള്ള അവസരം ഒരുക്കിയിട്ട് ആ വലിയ അവസരം ഉപയോഗപ്പെടുത്താൻ, നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ ഒരു മനുഷ്യന് സാധ്യമായില്ലെങ്കിൽ അവന് നാശമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചത്. അവിടെയാണ് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞത്. ദുആ ചെയ്ത വ്യക്തിയും പ്രാർത്ഥിച്ച വ്യക്തിയും ആമീൻ പറഞ്ഞ വ്യക്തിയും രണ്ടുപേരും, ഒന്ന് മലക്കുകളിൽ സമുന്നതനാണ്, മറ്റൊന്ന് മനുഷ്യനിൽ സമുന്നതനാണ്. അത് നാം ഭയക്കേണ്ടതാണ്. ഈ വലിയ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, നരകമോചനത്തിന് വേണ്ടിയിട്ടുള്ള ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വർഗം വാങ്ങിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ പരാജിതൻ. പരിശുദ്ധമായ റമദാൻ അതിൻ്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോഴാണ് റമദാനിൻ്റെ തന്നെ ഏറ്റവും സവിശേഷമായ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന 1000 മാസത്തേക്കാൾ 83 വർഷം ചില്ലറ മാസങ്ങളും ഇബാദത്ത് ചെയ്താൽ, ആരാധന അർപ്പിച്ചാൽ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ ലഭ്യമാകുന്ന പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് ലഭിക്കുന്നത് നിസ്സാരമല്ല കാര്യം. എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഒരു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നന്മ ചെയ്താൽ, ഒരു നന്മ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു മനുഷ്യനെ കാണുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത് അത് ഒരു സദഖയാണ്, അതൊരു ദാനമാണ്, ഒരു നന്മയാണ്. ഒരു മനുഷ്യൻ അവൻ്റെ വാഹനത്തിൽ ഒരു വസ്തു കയറ്റാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്, അതൊന്ന് താങ്ങിക്കൊടുക്കൽ ഒരു നന്മയാണ്. റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കല്ലോ മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകാവുന്ന എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് എടുത്തു മാറ്റൽ നന്മയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ നന്മകൾ നമുക്ക് പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു നന്മ ഒരു മനുഷ്യൻ ചെയ്താൽ 83 വർഷം ആ നന്മ ചെയ്ത പ്രതിഫലം അവന് ലഭ്യം. അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, ആ വലിയ നന്മ പോലും നാം ശ്രദ്ധിക്കുക. ആ വലിയ നന്മയ്ക്കുള്ള അവസരം ലഭിച്ചിട്ട് പോലും ആ അവസരം ഉപയോഗപ്പെടുത്താത്ത മനുഷ്യൻ, അവൻ എത്രയോ വലിയ നഷ്ടത്തിലാണ്, അവൻ എത്ര ഹതഭാഗ്യനാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസാന നിമിഷത്തിലെങ്കിലും ഒരു വീണ്ടും വിചാരം, ഒരു ഉൾവിളി നമുക്കുണ്ടാവുകയും, ഞാൻ എന്ന മനുഷ്യൻ എൻ്റെ പിന്നോട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ തിന്മകളുടെ കൂമ്പാരങ്ങളല്ലാതെ മറ്റൊന്നും എനിക്ക് എടുത്തു കാണിക്കാനില്ലെങ്കിൽ, ആ തിന്മകളെയെല്ലാം വലിച്ചെറിഞ്ഞ് നന്മയുടെ പാതയിലേക്ക് തിരിഞ്ഞു നടക്കാൻ, അതിനെൻ്റെ മുമ്പിൽ എൻ്റെ സൃഷ്ടാവ് ഒരുക്കി തന്നിട്ടുള്ള ഈ സുവർണാവസരം അത് ഞാൻ ഉപയോഗപ്പെടുത്തണമെന്ന് ഈ അവസാന നിമിഷത്തിലെങ്കിലും ഒരു മനുഷ്യന് ചിന്തിക്കാനായാൽ അവൻ രക്ഷപ്പെടുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നാം ഈ പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ രാപ്പകലുകൾ നമ്മിൽ നിന്ന് വന്നുപോയ, ചെറുതാകട്ടെ വലുതാകട്ടെ, മനുഷ്യനെന്ന നിലയിൽ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ അധിവസിക്കുമ്പോൾ സ്വാഭാവികമായും വന്നു പോകാനിടയുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ നിരവധിയാകാം. ഒരു ദിവസം തന്നെ നമുക്ക് ആയിരക്കണക്കിന്, ഒരു മണിക്കൂറിൽ തന്നെ ആയിരക്കണക്കിന് തിന്മകൾ നമ്മളിൽ നിന്ന് വന്നു പോകാം. ആ തിന്മകളെ മാച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ അവസരം, മായ്ക്കുക എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യലാണ്. തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്?
തൗബ എന്ന് പറഞ്ഞാൽ അർറുജൂ എന്നാണ്, മടക്കം എന്നാണ് അർത്ഥം. എന്ത് മടങ്ങുക? ദൈവകോപത്തിന് കാരണമാകുന്ന കാര്യങ്ങളിൽ നിന്ന് ദൈവപ്രീതിക്ക് കാരണമാകുന്ന കാര്യങ്ങളിലേക്ക് മടങ്ങുക എന്നർത്ഥം. എന്നെ സൃഷ്ടിച്ചവനായ, എന്നെ സംരക്ഷിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എനിക്ക് വായു നൽകുന്ന, എനിക്ക് ജലം നൽകുന്ന ഒരു ഉടമസ്ഥനായ നാഥനുണ്ട്. ആ നാഥൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാക്കുകളോ നോക്കുകളോ പ്രവൃത്തികളോ ചിന്തകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തൂത്തെറിഞ്ഞ് അതിൽ നിന്ന് പ്രീതിക്ക് കാരണമാകുന്ന കാര്യങ്ങളിലേക്ക് മടങ്ങാം. മിൻ സഖത്തി റബ്ബി, റബ്ബിൻ്റെ കോപത്തിൽ നിന്നും മടങ്ങുക. ഇലാ റിളാഹു, അവൻ്റെ തൃപ്തിയിലേക്ക് മടങ്ങാം. അവന് പൊരുത്തമുള്ള, അവനിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് മടങ്ങാം. ആ മടങ്ങുന്നതിൻ്റെ ആദ്യത്തെ പടിയാണ് പശ്ചാത്താപം എന്നുള്ളത്, തൗബ ചെയ്യുക. അങ്ങനെ മടങ്ങുന്നതിനെയാണ് നാം തൗബ എന്ന് പറയാം. ഇതുവരെ വന്നതിനെയെല്ലാം വലിച്ചെറിഞ്ഞ് നന്മയുടെ മാർഗത്തിൽ തിരിഞ്ഞു നടക്കുക. അതിന് ധാരാളം വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, മഹോന്നതനായ റബ്ബേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഇന്നഹു കാന തവ്വാബ, മഹോന്നതനായ റബ്ബേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. തീർച്ചയായും അവൻ പൊറുക്കുന്നവനാണ്, മാപ്പ് ചെയ്യുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് എന്ന് തുടങ്ങിയിട്ട് ധാരാളം വചനങ്ങൾ അതിന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ഉന്നതമായ വചനമാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപുത്രി ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത. നമ്മളൊക്കെ അടുത്തുള്ള ഉസ്താദുമാരോടോ പരിചയത്തിലുള്ള പണ്ഡിതന്മാരോടോ ഒക്കെ ചോദിച്ചാൽ, നിങ്ങളുടെ വീടുകളിലൊക്കെ ഉള്ള ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാൽ, അതല്ലെങ്കിൽ നമ്മുടെ ഒക്കെ കയ്യിൽ മൊബൈൽ ഫോണും ഒക്കെ ഉണ്ട്, അതിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അടിച്ചു കൊടുത്താൽ നമുക്ക് ലഭ്യമാകും. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുമ്മ അല്ലാഹുവേ, അൻത റബ്ബി, നീയാണ് എൻ്റെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ മറ്റൊരാളെയും ഞാൻ ആരാധിക്കുന്നില്ല. ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വാന അബ്ദുക, ഞാൻ നിൻ്റെ ദാസനാണ്. വാന അലാ അഹ്ദിക, നീ എന്നെ ഏൽപ്പിച്ച കരാറിലാണ് ഞാൻ ജീവിക്കുന്നത്. വഅദിക, നീ നൽകിയ വാഗ്ദാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. മസ്തതഅതു, എനിക്ക് കഴിയും വിധം. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തു പോയ തിന്മകളിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളിലേക്ക് ഞാൻ മടങ്ങുന്നു. വഅബൂഉ ലക ബിദംബി, എൻ്റെ പാപങ്ങളുമായിട്ടാണ് നിന്നെ ഞാൻ സമീപിക്കുന്നത്. ഫഗ്ഫിർലി, അതുകൊണ്ട് നീ എനിക്കത് പുറത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത, നീയല്ലാതെ പാപം പൊറുക്കുന്നവർ ആരുമില്ല. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ, ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ നബിതങ്ങളിൽ നിന്ന് നാവിൽ നിന്ന് വന്ന ആ വചനങ്ങളെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി എടുത്തുദ്ധരിക്കുന്നുണ്ട്. മൻ ഖാലഹ മിനൻ നഹാർ മൂക്കിനം ബിഹ, നബിതങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഈ വചനങ്ങളിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി ഇത് ചൊല്ലിയാൽ എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ആരെങ്കിലും ഇത് പറഞ്ഞു, ഫമാത ഫി മിൻ യൗമിഹി, ആ പകലിൽ അവൻ മരണപ്പെട്ടാൽ, ഖബ്ല അൻ യുംസിയ, അസ്തമയത്തിനു മുമ്പ്, വൈകുന്നേരമാകുന്നതിന് മുമ്പ് ആ പകലിൽ അവൻ മരണപ്പെട്ടാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗവാസിയായിരിക്കും. വമൻ ഖാലഹ മിനൽ ലൈൽ, ആരെങ്കിലും രാത്രിയിൽ ഇത് പറഞ്ഞു, അതായത് സുബഹി കഴിഞ്ഞൊരാൾ പറഞ്ഞു, മഗ്രിബിന് മുമ്പായിട്ട് അവൻ മരണപ്പെട്ടു, അവൻ സ്വർഗാവകാശിയായിരിക്കും. ആരെങ്കിലും മഗ്രിബ് കഴിഞ്ഞു പറഞ്ഞു, വഹുവ മൂഖിനും ബിഹ, അതിൽ നല്ല ഉറച്ച വിശ്വാസത്തോടു കൂടി ഇത് പറഞ്ഞ്, ഫമാത ഖബ്ല അൻ യുസ്ബിഹ, പ്രഭാതത്തിൽ ഉണരുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടു പോയാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയായിരിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. നമുക്ക് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ധാരാളമായി ചൊല്ലുക. അതുപോലെ തന്നെ തസ്ബീഹ് നമസ്കാരങ്ങൾ നമസ്കരിക്കുക.
തസ്ബീഹ് നമസ്കാരത്തിൻ്റെ രൂപങ്ങളെല്ലാം നമ്മുടെയൊക്കെ ചുറ്റുപരിസരങ്ങളിലുള്ള ഇമാമന്മാരും ഉസ്താദുമാരും ഒക്കെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. 300 തസ്ബീഹ് 4 റക്അത്ത് നമസ്കാരത്തിലായിട്ട് നമസ്കരിക്കലാണ്. 2 റക്അത്ത് നമസ്കരിക്കുക, വീണ്ടും 2 റക്അത്ത് നമസ്കരിക്കാം. ആദ്യത്തെ റക്അത്തിൽ നമ്മൾ ഫാത്തിഹ ഓതുക, സൂറത്തു തക്കാസുർ ഓതുക, അൽഹാക്കുമു തക്കാസുർ. ശേഷം 15 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ശേഷം സാധാരണ പോലെ റുക്കൂ ചെയ്യുക. റുക്കൂയിൽ സാധാരണ നമ്മൾ ചൊല്ലുന്നത് ചൊല്ലിക്കഴിഞ്ഞ ശേഷം ഈ തസ്ബീഹ് 10 പ്രാവശ്യം ചൊല്ലുക. സമി അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് ഇഅ്തിദാൽ ചെയ്തു. ഇഅ്തിദാലിൽ സാധാരണ നമ്മൾ ചൊല്ലുന്ന റബ്ബനാ ലക്കൽ ഹംദ് ഒക്കെ പറഞ്ഞതിന് ശേഷം തസ്ബീഹ് 10 പ്രാവശ്യം ചൊല്ലുക. രണ്ടാമത് അടുത്ത സുജൂദിലേക്ക് പോവുകയാണ്. സുജൂദിൽ ചെന്നാൽ സാധാരണ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി പറഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം ഈ തസ്ബീഹ് ചൊല്ലുക. സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്ന് റബ്ബി ഗഫിർലി ഒക്കെ സാധാരണ ചൊല്ലുന്നത് പോലെ ചൊല്ലി ശേഷം 10 പ്രാവശ്യം ചൊല്ലുക. രണ്ടാം സുജൂദിലും സാധാരണ ചൊല്ലുന്നതിന് ശേഷം 10 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക. 2 സുജൂദും കഴിഞ്ഞാൽ ആദ്യത്തെ റക്അത്തിൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല, നേരെ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എഴുന്നേൽക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ചെറുതായിട്ടൊന്ന് ഇരുന്ന് ആ ഇരുത്തത്തിൽ വെച്ച് 10 തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുക. അടുത്ത റക്അത്തിൽ വന്നാലും ഇതുപോലെ ഫാത്തിഹ ഓതുക, സൂറത്തുൽ അസ്ർ വൽ അസ്രി ഓതുക, ശേഷം 15 തസ്ബീഹ്, റുക്കൂഇൽ 10, ഇഅ്തിദാലിൽ 10, ഒന്നാം സുജൂദിൽ 10, ഇടയിലെ ഇരുത്തത്തിൽ 10, രണ്ടാം സുജൂദിൽ 10, പിന്നെ അത്തഹിയ്യാത്താണ്. അത്തഹിയ്യാത്തിൽ ഇരുന്നാൽ ആദ്യം തന്നെ 10 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലിയ ശേഷം അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുക. വീണ്ടും അടുത്ത 2 റക്അത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുക. അടുത്ത 2 റക്അത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുക. ശേഷം തസ്ബീഹുകളുടെ ക്രമം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. രണ്ടാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുക. അവിടെയും തസ്ബീഹിൻ്റെ എണ്ണമൊക്കെ ആദ്യം ചെയ്തതുപോലെ തന്നെ, സൂറത്തിൽ മാത്രം വ്യത്യാസം. തസ്ബീഹ് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. പ്രത്യേകിച്ചും ഒറ്റയിട്ട രാവുകൾ, ഇനി നമുക്ക് ലഭിക്കുന്ന ഒറ്റയിട്ട രാവുകൾ, ആ രാവുകൾക്ക് പ്രാധാന്യങ്ങളുണ്ട്. ആ രാവുകളെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. ആ രാവുകളിൽ പ്രത്യേകമായിട്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉണർന്നിരുന്ന് കഴിയുന്ന നന്മകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യന്മാർ ഒരുപാട് ആരാധനാകർമ്മങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്. ആരാധനാകർമ്മങ്ങളിൽ മനുഷ്യന്മാർ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലും ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, പരസ്പരമുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ നമ്മൾ എത്ര വലിയ മല പോലെയുള്ള ആരാധനകൾ ചെയ്തു കൂട്ടിയാലും പരസ്പരമുള്ള ബന്ധങ്ങൾ നന്നാക്കാതെ നമ്മുടെ ഒരു ആരാധനയ്ക്കും ഒരു വലിപ്പവും സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഉണർത്തുകയാണ്. ലൈലത്തുൽ ഖദർ 83 വർഷം ഇബാദത്ത് ചെയ്ത ആരാധനകൾ അർപ്പിച്ച പുണ്യം ഒരൊറ്റ രാത്രി കൊണ്ട് ലഭിക്കുന്ന രാത്രിയാണ്. പക്ഷേ അവിടെ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അർബഅത്തുൻ ലാ യുഗ്ഫറു ലഹും ലൈലത്തുൽ ഖദർ. ഈ ഖദറിൻ്റെ രാത്രിയിൽ പോലും 4 വിഭാഗം ആളുകൾക്ക് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊരു പരിഗണനയും ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒന്ന് മുദ്മിനുൽ ഖംറാണ്. ഒന്ന് നബി തങ്ങൾ പറഞ്ഞത് മുദ്മിനുൽ ഖംർ, മുദ്മിനു ഖംറിൻ, നിത്യമായ മദ്യപാനി. അത് സമൂഹത്തിലുണ്ടാക്കുന്ന നാശങ്ങൾ ചെറുതല്ല. ആ നാശങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇസ്ലാം അതിനെ നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ആ നിഷിദ്ധമാക്കിയ സാധനം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവൻ അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവൻ മടങ്ങുക. അതല്ലാതെ അത് നിത്യമായി സ്ഥിരം അതൊരു പതിവായി അത് കൊണ്ടു നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മാപ്പർഹിക്കാത്തവരാണവർ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആൾ വാക്കുൻ വാലിദൈഹി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ. ഛേ എന്നൊരു വാക്കുകൊണ്ടും പോലും അവരുടെ മനസ്സിന് മുറിവേൽപ്പിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. നമ്മൾ ഈ നന്മകളൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടി പുറത്തിറങ്ങി സമൂഹത്തിലൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യുന്നു, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യും. സ്വന്തം വീട്ടിലുള്ള ഒരു കട്ടിലിൻ്റെ മേൽ ചുരുണ്ടുകൂടിപ്പോയ, നമുക്ക് വേണ്ടി പണിയെടുത്ത് തൊലി എല്ലിലേക്ക് ഒട്ടിപ്പോയ, മുഖം ചുക്കിച്ചൊളിഞ്ഞു പോയ ആ മനുഷ്യന്മാരെ നമ്മൾ മറക്കരുത്. സമൂഹത്തിൽ ഒരുപാട് പേർക്ക് വാരിക്കോരി കൊടുക്കും.
ഈ കട്ടിൽ കോലിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് വാരിക്കോരി കൊടുക്കേണ്ടതില്ല. അവരുടെ അടുക്കൽ പോയിരുന്നിട്ട് അവരുടെ തലയിലൊന്ന് തലോടാൻ, അവർക്ക് സാന്ത്വനത്തിൻ്റെ ഒരു തലോടൽ കൊടുക്കാൻ, സാന്ത്വനത്തിൻ്റെ വാക്ക് ചൊരിഞ്ഞു കൊടുക്കാൻ. വഖ്ഫിദ് ലഹുമ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ താഴ്മയുടെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കാൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ആ ഒരു വാക്ക് പറയാൻ കഴിയാതെ പള്ളിയിൽ വന്നിട്ട് 10 ദിവസവും ഇഅ്തികാഫിരുന്നാലും നാട്ടിലുള്ള മുഴുവൻ പേർക്കും ദാനം ചെയ്താലും ആ ദാനങ്ങളൊന്നും, നിങ്ങളുടെ സുജൂദുകളൊന്നും, നിങ്ങളുടെ ലൈലത്തുൽ ഖദർ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല. പള്ളിയിൽ വന്ന് നിസ്കാരത്തോട് നിസ്കാരമാണ്, എല്ലാവരും നോമ്പുറപ്പിക്കലുണ്ട്. പക്ഷെ സ്വന്തം മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെന്തിനത്? അതുകൊണ്ട് ഗുണമില്ല. അതുപോലെ തന്നെ വഖാത്തി ഉർ റഹിം, കുടുംബ ബന്ധം മുറിച്ച് നിൽക്കുന്നവർ, കുടുംബക്കാരുമായിട്ടുള്ള നിസ്സാര കാരണങ്ങളുടെ പേരിൽ, കല്യാണം വിളിച്ചതിൻ്റെ വാക്ക് തെറ്റിപ്പോയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കണ്ടപ്പോൾ ഇവൻ എന്തോ ടെൻഷനിലായിരുന്നു, ആ ടെൻഷനും കൊണ്ട് ഇവൻ റോഡിൻ്റെ അങ്ങേ സൈഡിലൂടെ പോകുന്നുണ്ട്, ഇങ്ങേ സൈഡിലൂടെ പോയപ്പോൾ അവൻ്റെ ചിന്ത വേറെ ഒരു ലോകത്തായിരുന്നു, ഇങ്ങനെ അങ്ങ് നടന്നു പോയി, ഇങ്ങേ തലക്കൽ കൂടി കടന്നു പോയ ബന്ധുവിനെ ശ്രദ്ധിക്കാൻ അവന് കഴിഞ്ഞില്ല, ഒരു പ്രാവശ്യം കണ്ടപ്പോൾ മിണ്ടിയില്ല എന്നതിൻ്റെ പേരിൽ, ഇങ്ങനെ നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ മുറിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. വർഷങ്ങളാകട്ടെ ദിവസങ്ങളാകട്ടെ ബന്ധം മുറിച്ചു നിൽക്കുന്ന ഒരാൾ ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹത്തിലേക്ക് ദൈവികമായ കാരുണ്യം ഇറങ്ങുകയേ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. വാനലോകത്തു നിന്നുള്ള കാരുണ്യം ഭൂമിയിലേക്ക് ഇറങ്ങണമെങ്കിൽ, ഒരു സമൂഹത്തിലേക്ക്, ഒരു നാട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ, ആ നാട്ടിൽ കുടുംബ ബന്ധം മുറിച്ച ആളുണ്ടെങ്കിൽ ആ നാട്ടിലേക്ക് ഇറങ്ങുകയില്ല എന്ന്. മഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്രയോ പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വലിയൊരു കാരുണ്യമാണ് മഴ. നിങ്ങൾ മഴയെ ചീത്ത പറയരുത്, കാരണം അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണെന്ന് നിബിധങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അധികമായാൽ നിങ്ങൾ തിരിച്ച് ദുആ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, പടച്ചവനെ ഞങ്ങൾക്ക് ചുറ്റുവട്ടത്ത് ആവശ്യമുള്ളവർക്ക് കൊടുക്ക്, ഞങ്ങൾക്കിപ്പോൾ ആവശ്യത്തിനായി എന്ന് പറഞ്ഞ് ദുആ ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്ന് നിബിധങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ റഹ്മത്ത് നമുക്ക്, ആ റഹ്മത്തിന് വേണ്ടി എത്ര ദിവസങ്ങളായി കാത്തിരിക്കുന്നു. എത്ര കടുത്ത ചൂടാണ്. നമ്മുടെ നാൽക്കാലികൾ പോലും വളരെ വിഷമിച്ചു പോവുകയാണ്. അന്തരീക്ഷത്തിൽ പറന്നു നടക്കുന്ന പക്ഷിപറവാദികൾ പോലും കഷ്ടപ്പെടുകയാണ്. ഈ സമയത്ത് മഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര ദുആ ചെയ്തു, എത്ര നമ്മൾ റബ്ബിനോട് അർത്ഥിച്ചു, എന്തേ ലഭിക്കാതെ പോകുന്നു. നമ്മളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. നാം കരുണ ചെയ്യേണ്ടവരോട് കരുണ ചെയ്യാതെ വാനലോകത്തു നിന്നുള്ള കാരുണ്യം നമുക്കുണ്ടാവുകയില്ല എന്ന് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ അപ്പോൾ ഖാത്തി ഉർ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവർ, അവർക്ക് ലൈലത്തുൽ ഖദറിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമല്ല. നാലാമത്തെ ആൾ മുഷാഹിൻ. മുഷാഹിൻ എന്ന് പറഞ്ഞാൽ പരസ്പരം വഴക്കടിച്ച് നിൽക്കുന്നവർ. കുടുംബക്കാരുമായിട്ടും മാത്രമല്ല, ചില ആളുകളുണ്ട് ആവശ്യമുള്ളിടത്തിലും ഇല്ലാത്തടത്തിലൊക്കെ കയറി ഹെഡ് ചെയ്ത് ആ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ച് തനിക്ക് ഒരു നിലയിലുമുള്ള ഇടപെടേണ്ട ഒരു കാര്യവുമില്ലെങ്കിലും എല്ലാ സ്ഥലത്തും കയറി ഇടപെടും. എല്ലാ സ്ഥലത്തും തൻ്റെ കയ്യിലുള്ള കത്തി കൊണ്ട് എല്ലാവരെയും കുത്തും. ഞാൻ പറഞ്ഞത് കത്തി എന്ന് വാക്കുപയോഗിച്ചത് നാവിനെയാണ്. കാരണം അറബിയിലൊരു വാക്കുണ്ട്. അറബിയിൽ കലിമത്ത് എന്ന് പറഞ്ഞാൽ കലിം എന്ന് പറഞ്ഞാൽ മുറിവ് എന്നാണ് അർത്ഥം. വേർഡ്, വാക്ക് എന്നതിന് അറബിയിൽ ഉപയോഗിച്ചിട്ടുള്ള പദം കലിമത്ത് ആണ്. കാരണം വാക്ക് കൊണ്ടുള്ള മുറിവ് കത്തി കൊണ്ടുള്ള മുറിവിനേക്കാൾ വലുതാണ്. അതുകൊണ്ടാണ് ആ പദം പ്രയോഗിച്ചത് എന്ന് അറബി ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നു. ആ പദം അങ്ങനെ പ്രയോഗിച്ചതിൻ്റെ കാരണം പറയുന്നത് വാക്കുകൊണ്ടുള്ള മുറിവ് ചെറുതല്ല. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ക്ലാസ് ചുരുക്കുകയാണ്. നാം ഈ പരിശുദ്ധമായ റമദാനിൽ ഒരുപാട് പട്ടിണി കിടന്നു, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, രാത്രി മുഴുവനും എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചു. ഇതെല്ലാം അർത്ഥവത്താകണമെങ്കിൽ പരസ്പരമുള്ള മാതാപിതാക്കളിൽ നിന്ന് തുടങ്ങി കുടുംബക്കാരിലെത്തി, കുടുംബക്കാരിൽ നിന്നും സമൂഹത്തിൽ അയൽവാസികൾ, നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ള നമ്മുടെ സഹപ്രവർത്തകർ, സഹപാഠികൾ എന്ന് തുടങ്ങി സമൂഹത്തിലുള്ള മറ്റുള്ളവരുമായിട്ടുള്ള എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങൾ, എവിടെയെങ്കിലും പോറലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പണിയുണ്ട്. പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരും, പരസ്പരം കെട്ടിപ്പിടിച്ച്. മിക്കവാറും പള്ളിയിലെ ഇമാമിനെ മാത്രം കെട്ടിപ്പിടിച്ചിട്ട് പോകുന്നവരുണ്ട്. പരസ്പരം ആ പെരുന്നാൾ